ആര് ഇൻ ചെയ്ത് വന്നു കഴിഞ്ഞാലും ഇവന്മാര് ഹോമിയോ ഡോക്ടർ എന്ന് പറയും. എന്താ കാരണം? ഇവര് നല്ല ഹോമിയോ ഡോക്ടർമാരെ കണ്ടിട്ടില്ലാത്തോ? അതായത് പക്ഷേ ഇത് ഹോമിയോ ഡോക്ടർ, ഇത് ശിശുരോഗ വിദഗ്ധൻ. മോണക് സാർ ആശുപത്രിയിൽ, മോണക് സാർ ആശുപത്രിയിൽ, അതും പീച്ചാട്ടം മുതലാളിയുടെ ഒരേ ഒരു മോൻ. ഇയാൾക്ക് എന്താണ് വയ്യേ? ആ നാട്ടിലെ ഭയങ്കര സുന്ദരനാണ്. പോകുമ്പം ഏക സൈക്കിളുള്ള വ്യക്തി, അതും ഡിസ്കോ സൈക്കിൾ. കാസറ്റിന്റെ വള്ളിയൊക്കെ ഇട്ട് ചവിട്ടിച്ച 3 ലൈനുണ്ട്. ഒറ്റണത്തിന് വീട്ടിൽ കയറ്റില്ല. അത് ഇവര് മുതലാളിമാരാണല്ലോ. ഈ ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട തിരിച്ചിട്ട് കഷത്തിൽ നീര് വീഴും. മുതലാളിയുടെ മോൻ ഒരുങ്ങിയിട്ട് മീശ വെച്ചേക്കണല്ലേ ഷിയാസിനെ നോക്കിയിട്ട്. അല്ലെ നാടകത്തിനൊക്കെ അല്ലേ ഈ കേക്ക് കാലത്ത് നടക്കുന്ന പരിപാടിയായിരുന്നു. ഉച്ചയായിട്ട് നടന്നില്ല. ഉച്ച കഴിഞ്ഞ് ഊണ് കഴിഞ്ഞപ്പോഴത്തേക്കും മീശ പറഞ്ഞു. പൊട്ടിക്കാൻ ആളില്ലാത്തോണ്ട് നാടകം തീരുന്നവർ അങ്ങനെ കയറി നടന്നത്. തമാശയാക്കാണ്. അല്ല തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ടട്ടാ. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. ഇതൊക്കെ കുറവുകളുണ്ടെങ്കിലും എല്ലാം തികഞ്ഞ ബിനോടിമാരുള്ളത്, തികഞ്ഞ ഡോക്ടർ അല്ലാത്ത, എഞ്ചിനീയർ അല്ലാത്ത, എല്ലാം തികഞ്ഞ ഒരാൾ ഇവിടെ ഉള്ളു. അതാണ് ഈ സ്റ്റാർ. നമുക്കെല്ലാം എങ്ങനെ നോക്കിയാലും ചില കുറവുകളുണ്ടാവും. പക്ഷെ എല്ലാം തികഞ്ഞത് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനല്. ഇവിടെ ഈ പുള്ളി ഇവിടെ ഈ ഫ്ലവേഴ്സില് ഗോകുലം ഗോപാലൻ സാറ് വന്നപ്പോ പറയാ നമ്മളൊക്കെ സ്വന്തമായിട്ട് ചാനലുള്ള ആൾക്കാരാണ്. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലേ. എല്ലാം തേഞ്ഞെന്ന് പറയല്ലേ. ഇവിടെ വയറിന് ഒരു അല്പം കുറവുണ്ട്. എന്താ വയറിന് കുറവുണ്ട്. ഇല്ല, എന്നാലും വയറ് വന്നോളൂ. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫ്രഷ് ഐറ്റവും ചെയ്തു. എറണാകുളത്ത് നിന്ന് അടിമാലിയിലോട്ടുള്ള യാത്ര, 2 പാചക രംഗവും, വീട്ടിലും പോയാ പുള്ളിയുടെ എല്ലാം തികഞ്ഞ യൂട്യൂബ്. ഓണത്തിന് ക്രിസ്മസ് അപ്പൂപ്പനും വരുന്നുണ്ട് ഇവന്റെ ചാനൽ. എല്ലാം ചെയ്യും, അതുപോലെ ചെയ്യും. ഇവിടെ പുറത്തൊരു കടയിലിട്ട് വിൽക്കുന്നു ബിനോടിമാലി ഈ വീടിന്റെ ഐശ്വര്യം. തലറിയുന്നു പ്രഷർ എന്ന് പറയാം. തലറിയുന്നു പ്രഷർ എന്ന് പറയാം. വയറുവേദന എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോ ലിപ്സ്റ്റിക്കിന്റെ ഉണ്ട കിട്ടി വയറ്. മേക്കപ്പ് ചെയ്ത് തേച്ചിട്ട് അത് ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക്കിന്റെ ഉണ്ട എടുത്ത് കളഞ്ഞത്. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുള്ളവർ അങ്ങനെ ലിപ്സ്റ്റിക് ഇടാറുണ്ടത്രേ. കരയടാ, ഇനിയെങ്കിലും നിനക്കൊന്ന് കരഞ്ഞൂടെ? ഒരു തുള്ളി കണ്ണീരെങ്കിലും പുറത്തു വരട്ടെ. നീ ഉള്ളി പൊട്ടി കരയണം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അടിമാലിക്ക് കുറച്ച് അയ്യോ പാവം. പോട്ടെ എനിക്കെല്ലാമായി തൃപ്തി.